ചോറ്റാനിക്കരയിലെ വീട്ടിൽ പെൺകുട്ടിയെ അവശനിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആൺ സുഹൃത്തിന്റെ അറസ്റ്റ് വൈകിട്ടോടെ രേഖപ്പെടുത്തും. ചോറ്റാനിക്കര പോലീസിന്റെ കസ്റ്റഡിയിലാണ് പ്രതി ഇപ്പോഴുള്ളത്. കേസിൽ ബലാത്സംഗ കുറ്റവും കൊലപാതക ശ്രമവും പോലീസ് ചുമത്തിയിട്ടുണ്ട്. പെൺകുട്ടിയെ യുവാവ് നേരത്തെയും ആക്രമിച്ചിരുന്നുവെന്ന് പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു. അതേസമയം പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടാൽ മൊഴി രേഖപ്പെടുത്തും. പ്രതിയെന്ന് സംശയിക്കുന്നയാൾ പെൺകുട്ടിയുടെ ചോറ്റാനിക്കരയിലെ വീട്ടിലെത്തുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. കഴുത്തിൽ ഷാളിട്ടാണ് മുറുക്കിയിരിക്കുന്നതെന്ന് പുത്തൻകുരിശ് ഡിവൈഎസ്പി VT ഷാജൻ പറഞ്ഞു. കസ്റ്റഡിയിലുള്ളയാളാണ് പ്രതിയെന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്നും ഡിവൈഎസ്പി അറിയിച്ചു. വീട്ടിൽ വരുമായിരുന്നു. അത് ആദ്യമൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല വരുന്നത്. പിന്നെ എൻ്റെ സമീപവാസികൾ ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് പിന്നെ എന്താ പറയുക, പിന്നെ എനിക്കും സംശയങ്ങളുണ്ട്. വരുന്നുണ്ടെന്ന് എനിക്കും സംശയങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഈ റീസെൻ്റ്ലി ആണ് ഏതെങ്കിലും പയ്യന്മാരുടെ പേര് പറഞ്ഞ് ഇവളെ ഉപദ്രവിക്കുന്നതായും ഇവളെ വളരെ മാനസികമായി പീഡിപ്പിക്കുന്നതായും ഇവളെന്നോട് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയമുള്ള ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അയാളുടെ ഇൻവോൾവ്മെൻറ്റ് കൂടുതൽ വിശദമായിട്ട് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പെൺകുട്ടിക്ക് ദേഹോപദ്രവം ഏറ്റതായിട്ട് വ്യക്തമായിട്ടുണ്ട്. അതിൻ്റെ സാധ്യതകൾ ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചാലേ പറയാൻ പറ്റും. ഇപ്പോൾ ബലാത്സംഗ കുറ്റവും കൊലപാതക ശ്രമവുമാണ് ഈ കേസ് പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്.